Good morning, students. Today we are going to our second session of Module 5 in Metrology and Instrumentation, that is about performance characteristics of measuring devices. Hope you all enjoyed and have studied all those things what are covered in our previous lecture. So let us move on to our second chapter, that is performance characteristics of measuring devices. What the characteristics means. നമ്മൾ മലയാളത്തിൽ പറയാണ്, ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്മാർക്കായാലും പല പല ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ മെഷറിങ് ഡിവൈസസിനും എന്തുണ്ട്, അതിൻ്റേതായിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. ആൻഡ് ഓൾ ടുഗെദർ ദീസ് ക്യാരക്ടേഴ്സ് ക്യാൻ ബി നമുക്ക് എന്ത് ചെയ്യാം, ഡിവൈഡഡ് ഇൻ ടു 2 കാറ്റഗറീസ്. ആ 2 കാറ്റഗറീസിൽ വരുന്ന ഒന്ന് സ്റ്റാറ്റിക്സും രണ്ടാമത്തത് ഡൈനാമിക്സും. നമ്മൾ ചെറുപ്പം തൊട്ടേ പഠിക്കുന്നതാണ് സ്റ്റാറ്റിക്സ് എന്താണ്, ഡൈനാമിക്സ് എന്താണ്. ജസ്റ്റ് സ്റ്റാറ്റിക്സ് മീൻസ് സംതിങ് വിച്ച് ഈസ് അണ്ടർ റെസ്റ്റ്. അതർ വേർഡ്സ് നമുക്ക് എന്ത് പറയാം, സ്റ്റാറ്റിക് മീൻസ് ദർ ഈസ് നോ ചേഞ്ച് ഇൻ ഇറ്റ്സ് പൊസിഷൻ ഓർ പ്രോപ്പർട്ടി വിത്ത് റെസ്പെക്ട് ടു ടൈം. അതാണ് സ്റ്റാറ്റിക് എന്ന് പറയുന്നത്. ആൻഡ് ഇൻ കേസ് ഓഫ് ഡൈനാമിക്സിന് നമുക്ക് പറയുന്നത് എന്താണ്, ദ സ്റ്റഡി അണ്ടർ മോഷൻ ഓർ അതർ വേർഡ്സ് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ എന്ത് പറയാം, ടൈമിൻ്റെ ബേസ് ചെയ്തിട്ട്. ഇൻ ഡൈനാമിക്സ് ദർ ഈസ് ചേഞ്ച് ഇൻ ദ ക്യാരക്ടർ വിത്ത് റെസ്പെക്ട് ടു വാട്ട്, ടൈം. ടൈമിനനുസരിച്ച് ക്യാരക്ടർ ചേഞ്ച് ആകുകയാണെങ്കിൽ അതിൻ്റെ പേരാണ് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ്. ടൈമിനനുസരിച്ച് അത് മാറാത്ത സാധനത്തിനാന്ന് പറയാം എന്ത്, സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ്. സോ ആ രണ്ട് ടേം നമ്മൾ ഓൾറെഡി പഠിച്ച വാക്കുകളാണ്. ജസ്റ്റ് ഈ നമ്മൾ മെഷർമെൻറ്റിൻ്റെ ടേംസിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ എന്തിൻ്റെ പേരിലാക്കും, ടൈം എന്നുള്ളൊരു ഒരു വാക്ക് അവിടെ എക്സ്ട്രാ ആഡ് ചെയ്യണം. സോ സ്റ്റാറ്റിക് മീൻസ് നമുക്കൊന്നുകൂടെ നോക്കാം. സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് മീൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സിസ്റ്റം വെൻ ദ ഇൻപുട്ട് ഈസ് എയ്തർ ഹെൽഡ് കോൺസ്റ്റൻറ്റ് ഓർ വേരിയിങ് വെരി സ്ലോലി. എന്ന് വെച്ചാൽ ഹെൽഡ് കോൺസ്റ്റൻറ്റ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് കെപ്റ്റ് കോൺസ്റ്റൻറ്റ്, ഇൻപുട്ടിന് ചേഞ്ചസ് ഇല്ല. ആൻഡ് ഓർ വേരിയിങ് വെരി സ്ലോലി, വെരി സ്ലോ ആയിട്ട്. അതായത് നമുക്ക് ടൈം വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല എത്രത്തോളം ചേഞ്ചസ് അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. സോ അങ്ങനത്തെ ക്യാരക്ടറിസ്റ്റിക്സിനെയാണ്, അങ്ങനത്തെ ഇൻപുട്ട് വരുമ്പോൾ എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണോ ആ മെഷറിങ് ഡിവൈസ് കാണിക്കുക, അതിൻ്റെ പേരാണ് സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ്. ആൻഡ് ഡൈനാമിക്സ് ഇൻ ദ അതർ സെൻസ് വാട്ട് വി ക്യാൻ സേ, ദാറ്റ് ഈസ് ഈ സെയിം സെൻറ്റൻസ് ഒന്ന് നമുക്ക് ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് റെഫേഴ്സ് ടു ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ സിസ്റ്റം വെൻ ദ ഇൻപുട്ട് ഈസ് വേരിയിങ് ഓർ ഈസ് വേരിയിങ് വിത്ത് റെസ്പെക്ട് ടു വാട്ട്, ടൈം. ഓക്കെ, അതിനെയാണ് നമുക്ക് എന്ത് പറയുക, ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയാൻ പറ്റും. സോ നമുക്ക് നെക്സ്റ്റ് കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ, സ്റ്റാറ്റിക്സ് ക്യാരക്ടറിസ്റ്റിക്സ് ആർ ബേസിക്കലി ഡിവൈഡഡ് ഇൻ ടു 12 ഡിഫറെൻറ്റ് സബ് ടോപ്പിക്സ്. അപ്പോൾ ഇൻ ദ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ you may not be asked to write all these 12 static characteristics. You will be asked to write about any 5. May not be a specific question, it will be write any 5 static characteristics, or otherwise you will be asked to write specifically that discuss about accuracy, precision, sensitivity, drift and all these things. Otherwise you will be asked to write comparison between accuracy and precision. What are the difference between accuracy and precision, what is range and sensitivity, and how resolution and hysteresis are linked with a measuring instrument, and like that. So we shall go in one by one. First we shall study about accuracy. Accuracy we have already discussed in the first module itself. Accuracy, precision and all those characteristics we have already discussed in our first module itself. ഓൾദോ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സമയം കൂടി നോക്കാം, ജസ്റ്റ് ഒരു റിവൈൻഡ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ആക്യുറസി എന്താണ്, പ്രിസിഷൻ എന്താ എന്നുള്ളൊരു കാര്യത്തിൻ്റെ അകത്ത്. സോ ആക്യുറസി ഇൻഡിക്കേറ്റ്സ് ദ ക്ലോസ്നെസ് ഓഫ് ദ മെഷേർഡ് വാല്യൂ. നമ്മൾ മെഷർ ചെയ്ത വാല്യൂ അതിൻ്റെ ക്ലോസ്നെസ് ആണ് എന്തുമായിട്ടുള്ളത്, വിത്ത് ദ ആക്ച്വൽ ഓർ ട്രൂ വാല്യൂ. അതിനെന്താണോ ശരിക്കും യഥാർത്ഥത്തിൽ അതിൻ്റെ വാല്യൂ എന്താണോ അതുമായിട്ട് നമ്മൾ മെഷർ ചെയ്ത വാല്യൂ എത്രത്തോളം ക്ലോസ് ആണ്, ആ ഒരു ഇതിൻ്റെ ക്ലോസ്നെസ്സിനെ നമ്മൾ എന്ത് പറയുക, ആക്യുറസി എന്ന് പറയുന്നത്. അതായത് നമ്മളെ കയ്യിലൊരു 10 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. നമ്മളത് സ്കെയിൽ വെച്ച് അളക്കുകയാണെങ്കിൽ അതിൻ്റെ ലെങ്ത് എത്ര തന്നെ ആയിരിക്കണം, 10 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ മെഷറിങ് ഇൻസ്ട്രുമെൻറ്റിന് എന്ത് പറയാം,
ആക്യുറേറ്റ് ആണെന്ന് പറയാം. അതായത് നമ്മൾ കൊടുത്ത ഇൻപുട്ട് വേരി ചെയ്തിട്ടില്ലല്ലോ. 10 സെൻറ്റിമീറ്റർ എന്നുള്ള സാധനം തന്നെയാണ് നമ്മൾ അളന്നുകൊണ്ടിരിക്കുന്നത്, അത് വേരി ചെയ്യുന്നില്ല. അപ്പോൾ ഇൻപുട്ട് വേരി ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്തുള്ള ക്യാരക്ടറിസ്റ്റിക്സിനെ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായി? സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞില്ല. ആൻഡ് ഓൾസോ ദിസ് ആക്യുറസി കംസ് അണ്ടർ വാട്ട്? സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ്. ഈ ആക്യുറസീൻ്റെ അകത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ക്ലോസ്നെസ് ഓഫ് മെഷേർഡ് വാല്യൂ. നമ്മളൊരു സ്കെയിൽ വെച്ചിട്ട് ഈ ലെങ്ത്ത് അളന്നു, അപ്പോൾ നമുക്ക് കിട്ടി 10 സെൻറ്റിമീറ്റർ. ആൻഡ് വിത്ത് വാട്ട്? ആക്ച്വൽ ഓർ ട്രൂ വാല്യൂ. ആക്ച്വൽ വാല്യൂ എത്രയായിരുന്നു? 10 സെൻറ്റിമീറ്റർ ആണ്. സോ നമുക്ക് ആ മെഷറിങ് ഇൻസ്ട്രുമെൻറ്റിന് എന്ത് പറയാം? ഇറ്റ് ഈസ് ആക്യുറേറ്റ് എന്ന് പറയാം. സോ ലെറ്റ് us മൂവ് ഓൺ. പ്രിസിഷൻ. ഒരു ചെറിയ കൺഫ്യൂസിങ് ആയിട്ടുള്ള വാക്കുകളാണ് ഈ ആക്യുറസി, പ്രിസിഷൻ. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പഠിച്ചെങ്കിലും ഈ രണ്ട് സംഭവങ്ങൾ തമ്മിൽ ചെറിയൊരു വ്യത്യാസങ്ങളുണ്ട്. Precision indicates the repeatability or reproducibility of an instrument. ഒറ്റൊരു വാക്ക് മാത്രമേ ഉള്ളൂ. നമ്മളെ ക്ലോസ്നെസ് എന്നുള്ളൊരു വാക്ക് നമ്മളവിടെ പറയുന്നില്ല. റിപ്പീറ്റബിലിറ്റി ഓർ റീപ്രൊഡ്യൂസിബിലിറ്റി ഓഫ് ആൻ ഇൻസ്ട്രുമെൻറ്റ്. എന്താണ് റിപ്പീറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇഫ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഈസ് യൂസ് ടു മെഷർ ദ സെയിം ഇൻപുട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ 10 സെൻറ്റിമീറ്ററുള്ള ലൈനാണ് നമ്മൾ അളന്ന് നോക്കുന്നത്. ബട്ട് അറ്റ് ഡിഫറെൻറ്റ് ഇൻസ്റ്റൻസ് ദ സക്സസീവ് മെഷർമെൻറ്റ്സ് മേ വേരി റാൻഡംലി. എന്ന് വെച്ചാൽ നമ്മൾ ഓരോ സമയം അളക്കുന്ന സമയത്ത് ചിലപ്പം വ്യത്യാസം ഉണ്ടാകും, ഓരോ സമയത്തല്ലേ ഓരോ ആൾ അളക്കുന്ന സമയത്ത്. എ പ്രിസിഷൻ ഇൻസ്ട്രുമെൻറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് സക്സസീവ് റീഡിംഗ് വുഡ് ബി വെരി ക്ലോസ്, ഓർ ഇൻ അതർ വേർഡ്സ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ഇ ഓഫ് ദ സെറ്റ് ഓഫ് മെഷർമെൻറ്റ് വുഡ് ബി വെരി സ്മോൾ. അതായത് നമുക്ക് ചിലപ്പോൾ നമ്മൾ അളന്ന സമയത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 9 ആയിരിക്കും. നമ്മൾ നിരന്തരമായി അളന്നുകൊണ്ടിരിക്കുമ്പോഴും അത് 9 തന്നെ നമുക്ക് കിട്ടിക്കൊണ്ട്. 10 സെൻറ്റിമീറ്ററിൻ്റെ ലൈനായിരുന്നു, ശ്രദ്ധിക്കണം, 10 സെൻറ്റിമീറ്ററിൻ്റെ ലൈനായിരുന്നു. പക്ഷേ നമ്മൾ മെഷറിങ് ഡിവൈസ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് 9 കിട്ടുന്നത്. പക്ഷേ ഞാൻ 2ഉം 3ഉം തവണ വെച്ച് അളന്ന് നോക്കുമ്പോൾ എനിക്ക് 9 തന്നെ കിട്ടുന്നത്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? മെഷറിങ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് പ്രിസൈസാണ്. കാരണം ഒരു വ്യത്യാസം കാണിക്കില്ല. ഞാൻ എങ്ങനെ തലങ്ങും വിലങ്ങും നോക്കിയിട്ട് എനിക്ക് എന്തെന്നെ കിട്ടുന്നത്? 9 സെൻറ്റിമീറ്റർ തന്നെ കിട്ടുന്നത്. ബട്ട് 10 സെൻറ്റിമീറ്റർ ആയിരുന്നു ആക്ച്വൽ വേണ്ടത്. അപ്പം നമുക്ക് ഈ ഇൻസ്ട്രുമെൻറ്റിന് എന്ത് പറയാം? പ്രിസൈസാണ് ഇൻസ്ട്രുമെൻറ്റ്, ബട്ട് എന്തല്ല? ആക്യുറേറ്റ് അല്ല. ഓക്കെ, ആക്യുറേറ്റ് ആയിരുന്നെങ്കിൽ എന്തിനാണ് കിട്ടേണ്ടത്? 10 സെൻറ്റിമീറ്റർ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യായിരുന്നു. ഓക്കെ, അതാണ് ആക്യുറസിയും പ്രിസിഷനും തമ്മിലുള്ള വ്യത്യാസം. പ്രിസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രൂ വാല്യൂ തന്നെ കിട്ടണമെന്നില്ല. പക്ഷെ നമ്മൾ എപ്പം നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തിനെ കിട്ടുക? ഈ സെയിം വാല്യൂ റിപ്പീറ്റ് ആയിട്ടാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതാണ് ആക്യുറസി, പ്രിസിഷൻ, ഈ രണ്ട് വാക്കുകൾ. നെക്സ്റ്റ് നമുക്ക് മൂവ് ചെയ്യാനുള്ളത് റേഞ്ച് ഓർ സ്പാൻ എന്ന് പറയുന്ന സാധനം. നമ്മൾ സിവിലിലൊക്കെ പഠിച്ചിട്ടുള്ള സംഭവങ്ങളാണ്, അല്ലെങ്കിൽ നമ്മൾ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായ സാധനങ്ങൾ, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയലിനകത്തൊക്കെ നമ്മൾ പഠിച്ചതാണ്. റേഞ്ച് അല്ലെങ്കിൽ സ്പാൻ പണ്ട് മെക്കാനിക്സ് തൊട്ട് തുടങ്ങിയതാണ്. സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ റേഞ്ച് അല്ലെങ്കിൽ സ്പാൻ എന്തൊക്കെയാണ്. സോ ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ റേഞ്ച് ഓർ സ്പാൻ, it is defined as the maximum and minimum value of the input or the output for the instrument is recommended to use. എന്ന് വെച്ചാൽ മിനിമം അല്ലെ മാക്സിമം എത്ര ഇൻപുട്ടിൽ അത് വർക്ക് ചെയ്യും, എത്ര ഔട്ട്പുട്ട് അത് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്ത് തരും. ഇത് മനസ്സിലാക്കാനുള്ള സംഭവമാണ് എന്തെന്ന് നമ്മൾ റേഞ്ച് അല്ലെങ്കിൽ സ്പാൻ എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു തെർമോമീറ്റർ എടുക്കുന്നു. സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ, തെർമോമീറ്ററിൻ്റെ റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് അല്ലേ? ആൻഡ് അത് എൻഡ് ചെയ്യുന്നത് എവിടെയാണ്? 100 ഡിഗ്രി സെൽഷ്യസിലാണ്. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡായി സാധാരണയുള്ളൊരു തെർമോമീറ്ററിൻ്റെ റീഡിങ് അങ്ങനെയാണ് വരുന്നത്, 0 ഡിഗ്രി സെൽഷ്യസ് ടു 100 ഡിഗ്രി സെൽഷ്യസ്. ഈ ഒരു റീഡിങ് അളക്കാനായിരിക്കും നമ്മൾ സാധാരണ തെർമോമീറ്റർ ഉപയോഗിക്കുക. നമ്മൾ ലാബിലൊക്കെ ഉപയോഗിക്കുന്ന തെർമോമീറ്ററിൽ വ്യത്യാസമുണ്ട്, അതുമായിട്ട് കമ്പയർ ചെയ്യരുത്. ഞാൻ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ടേ. സോ ആ ഈ ഒരു 0 ഡിഗ്രി സെൽഷ്യസ് ടു 100 ഡിഗ്രി സെൽഷ്യസ്, ഈ ഒരു റേഞ്ചിനെ നമ്മളെന്ത് പറയുക? അതിനെയാണ് എന്ത് പറയുക? ആ വാക്ക് അവിടെ തന്നെ വന്നു ഓട്ടോമാറ്റിക്കലി. എന്താ ആ ഈ ഒരു റേഞ്ചിനെയാണ് എന്ത് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പം ദിസ് ഈസ് കോൾഡ് എന്ത്? ആ റേഞ്ച് അല്ലെങ്കിൽ സ്പാൻ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ വായിക്കൂടെ തന്നെ വരും. നമ്മളിത് ബൈഹാർട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഓരോ സാധനങ്ങൾ എന്താണെന്നൊക്കെ ഉള്ളൂ. കാരണം നമുക്ക് ഇതെല്ലാം ഓൾ ആർ ഇംഗ്ലീഷ് ടേംസ്. അപ്പോൾ ഇംഗ്ലീഷ് ടേംസിൻ്റെ അകത്തുള്ള ജസ്റ്റ് മീനിങ് എന്താണോ അത് നമ്മൾ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കൺക്ലൂഡ് ചെയ്യാൻ നോക്കിയാൽ മതി. നെക്സ്റ്റ് നമുക്ക് നോക്കാം സെൻസിറ്റിവിറ്റി. ഇത് വാക്ക് തന്നെ പറയുന്നുണ്ട്. സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞ വാക്ക് തന്നെ പറയുന്ന കാര്യം എന്താ? സെൻസിറ്റീവാണ്. ഞങ്ങൾ ഒരാളെ പറ്റിയിട്ട് പറയുകയാണ്, അവൻ ഭയങ്കര സെൻസിറ്റീവാണ് എന്ന് വെച്ചാൽ അതിനകത്ത് എന്താ? ചെറിയ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായാൽ മതി അവൻ പെട്ടെന്ന് ചിലപ്പം ചൂടാവുമായിരിക്കും, ചിലപ്പം ദേഷ്യപ്പെടുമായിരിക്കും, പെട്ടെന്ന് സങ്കടം വരുമായിരിക്കും, അങ്ങനത്തെ എന്ത് സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ സെൻസിറ്റിവിറ്റി മെഷറിങ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ കേസിലും അത് തന്നെയാണ്.
ചെറിയൊരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ എത്രത്തോളം ഔട്ട്പുട്ട് അതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്നു. ഈ ഒരു റേഷ്യോ ഞാൻ എന്ത് പറയുന്നത്, സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ഇൻക്രിമെൻ്റൽ ഔട്ട്പുട്ട്, എത്രത്തോളം ഔട്ട്പുട്ട് കിട്ടുന്നു, ആൻഡ് ദ ഇൻക്രിമെൻ്റൽ ഇൻപുട്ട്, എത്രത്തോളം ഇൻപുട്ടിന് എത്രത്തോളം ഔട്ട്പുട്ട് നമുക്ക് തിരിച്ച് കിട്ടുന്നു. ദിസ് ഈസ് സെൻസിറ്റിവിറ്റി. ആ വാക്ക് ചെറിയൊരു വ്യത്യാസം. നമുക്ക് സാധാരണ മനുഷ്യന്മാരിലുള്ള സെൻസിറ്റിവിറ്റി തന്നെയാണ് എന്തിൻ്റെ അകത്തുള്ളത്, മെഷറിങ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ അകത്തുള്ളത്. ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരുടെ ക്യാരക്ടറിൻ്റെ അകത്ത് നമ്മൾ പറയാറുണ്ടല്ലോ, എൻ്റെ റേഞ്ച് അധികം പരീക്ഷിക്കരുത്, അതേപോലെ തന്നെ എൻ്റെ സെൻസിറ്റീവ്, ഞാൻ ഭയങ്കര സെൻസിറ്റീവാന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ്. മെഷറിങ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ അകത്ത് എന്തുണ്ട്, ഈ സെയിം ടൈപ്പ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. While defining the sensitivity, we assume that the input-output characteristics of an instrument is approximately linear in that range. നമ്മൾ ഈ സെൻസിറ്റിവിറ്റിനെ പറ്റി പറയുന്ന സമയത്ത് ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും, ലീനിയർ ആയിരിക്കും, അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ ആയിരിക്കും ചേഞ്ചസ് നമ്മൾ എപ്പോഴും പറയാറുള്ളൂ. ഓക്കെ, അത് നമ്മൾ അസ്യൂം ചെയ്യുന്നതാണ്. അതിൻ്റെ ഒരു ഗ്രാഫാണ് നമുക്ക് അടുത്ത് നോക്കാനുള്ളത്. ഇപ്പോൾ ഈ ഒരു സംഭവം ഫസ്റ്റ് ഗ്രാഫ് എടുത്ത് നോക്കുക. ഫസ്റ്റ് ഗ്രാഫിൻ്റെ അകത്ത് എന്താണ്, ലീനിയർ അല്ലേ, സ്ട്രെയിറ്റ് ലൈനാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻ എന്ന് പറയുന്നത്. അതിനെയാണ് എന്ത് പറയുന്നത്, സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. നമ്മൾ വൈ ആക്സിസിൻ്റെ അകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്നത് വാട്ട് ഈസ് ഔട്ട്പുട്ട്, ആൻഡ് എക്സ് ആക്സിസ് ഈസ് ഗിവൺ വിത്ത് ഇൻപുട്ട്. സോ എ സ്മോൾ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം എ സ്മോൾ ചേഞ്ച് ഇൻ ഇൻപുട്ട്. അപ്പോൾ സെൻസിറ്റിവിറ്റി ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ഇൻഫിനിറ്റെസിമൽ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻഫിനിറ്റെസിമൽ ചേഞ്ച് ഇൻ ഇൻപുട്ട്. അത് ഇൻഫിനിറ്റെസിമൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോൾ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ സ്മോൾ ചേഞ്ച് ഇൻ ഇൻപുട്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നൗ നെക്സ്റ്റ് വാക്കാണ് റീപ്രൊഡ്യൂസിബിലിറ്റി. റീപ്രൊഡ്യൂസിബിലിറ്റി എന്ന് വെച്ചാൽ റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി, അതിനെയാണല്ലോ റീപ്രൊഡ്യൂസിബിലിറ്റി. എന്തിനാണ് നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്യേണ്ടത്? ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നത്, ഇതിനെപ്പറ്റി നമ്മൾ പഠിക്കുന്നതിനെ കെട്ടുമ്പോൾ ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയാം. നിങ്ങളെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക, ഒരു ഡ്രസ് വർക്ക്, ഷീറ്റ് ഇടുന്ന മുകളിൽ, അല്ലെങ്കിൽ നിങ്ങളെ കിച്ചണിൻ്റെ ക്യാബിനറ്റ് അടിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയ അലമാര വേണം വീട്ടിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആദ്യം എന്ത് ചെയ്യും, നിങ്ങൾ ആ സ്പേസിന് കണക്കായിട്ട് നിങ്ങൾ ഇവിടുന്ന് മെഷർമെൻറ്റ് എടുത്തിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. എന്നിട്ട് ഒരു ആശാരീൻ്റെ അടുക്ക് പോയിട്ട് പറയുന്നത് എനിക്ക് ഇത്ര അളവിൽ ആണ് വേണ്ടത്. ആശാരീൻ്റെ അടുക്ക് എന്തുണ്ടാവും, ഈ മെഷർ ചെയ്യാനുള്ള വേറൊരു ഡിവൈസ് ഉണ്ടാവും. ആശാരി ആ ഡിവൈസ് വെച്ചിട്ടായിരിക്കും അളന്ന് നോക്കുന്നുണ്ടാവും. പക്ഷെ നിങ്ങളെ വീട്ടിലെത്തുമ്പോഴത്തേക്ക് സെയിം ആയിട്ടല്ലേ കിട്ടുന്നത്, നിങ്ങൾ കൊടുത്ത അളവിൽ തന്നെയല്ലേ ആൾ നിങ്ങൾക്ക് ഇത് എത്തിച്ചേരുന്നത്, നിങ്ങളുടെ അലമാര എത്തിച്ചേരുന്നത് ആ രീതിയിലായിരിക്കും. ഇതിനെയാണ് എന്താ പറയുക, റീപ്രൊഡ്യൂസിബിലിറ്റി എന്ന് പറയുന്നത്. അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കണ്ടീഷനിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാർ എങ്ങനെയൊക്കെ അളന്നാലും എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളെ വീട്ടിലെ കണ്ടീഷൻ വേറെ ആയിരിക്കും. ചിലപ്പോൾ എ സി ഇട്ട റൂമായിരിക്കും, ചിലപ്പോൾ എ സി ഒന്നും ഇല്ലാത്ത റൂമായിരിക്കും, ചിലപ്പോൾ സാധാ ഇതായിരിക്കും, ചിലപ്പോൾ ഓപ്പൺ ഹോളായിരിക്കും, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലമായിരിക്കും. എന്നിട്ട് നിങ്ങളാണ് ഇതിൻ്റെ പ്രൈമറി മെഷർമെൻറ്റ് നിങ്ങളാണ് എടുക്കുന്നത്. നിങ്ങൾ ഇതൊക്കെ എടുത്തിട്ട് നിങ്ങൾ നേരെ ഇവിടെ പോകുന്നു, ആശാരി അല്ലെങ്കിൽ കാർപ്പൻ്റർ എടുക്കുക പോകും. അവിടെ പോയിട്ട് നിങ്ങൾ പറയും, കാർപ്പൻ്റർ അവരുടെ സൈറ്റിൽ നിന്നായിരിക്കും ചിലപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടാവും. അവിടെ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റൊക്കെ ആയിരിക്കും. അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വേറെ ആയിരിക്കും, ചിലപ്പം പല പല ആൾക്കാരായിരിക്കും ഒരേ അലമാരേൻ്റെ മുകളിൽ പണിയെടുക്കുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കിട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും, നമ്മൾ വീട്ടിലേക്ക് ഉദ്ദേശിച്ച എത്രയാണോ അളവ് ആ സെയിം അളവിലായിരിക്കും ഇവിടെ സംഭവം നമുക്ക് കിട്ടുക. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെ എന്താ പറയുക, റീപ്രൊഡ്യൂസിബിലിറ്റി എന്ന് പറയുന്നത്. അത് നമുക്ക് ഇതിൻ്റെ അകത്തേക്കുള്ള സെൻറ്റൻസ് ഒന്ന് വായിച്ചു നോക്കാം. ഇറ്റ് ഈസ് ദ ഡിഗ്രി ഓഫ് ക്ലോസ്നെസ് വിത്ത് വിച്ച് എ ഗിവൺ വാല്യൂ മേ ബി റിപ്പീറ്റഡ്ലി മെഷേർഡ്. ഒരു ഗിവൺ വാല്യൂവിനെ റിപ്പീറ്റഡ്ലി മെഷർ ചെയ്യാൻ പറ്റുന്ന ആ ഒരു ക്ലോസ്നെസ് വിത്ത് ഡിഫറെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്. ചിലപ്പോൾ എൻ്റെ കയ്യിലുള്ള സാധാ സ്കെയിലായിരിക്കും 30 സെൻറ്റിമീറ്ററിൽ, ആശാരീൻ്റെ അടിക്കുണ്ടാവുക ടാപ്പായിരിക്കും. പക്ഷേ അളന്ന് കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും, സെയിം വാല്യൂ ആയിരിക്കും. അറ്റ് എ ഡിഫറെൻറ്റ് ലൊക്കേഷൻ ബൈ ഡിഫറെൻറ്റ് ഒബ്സർവർ. ലൊക്കേഷൻ വേറെ ആയിരിക്കും, ഒബ്സർവർ വേറെ ആയിരിക്കും, എല്ലാം വേറെ വേറെ ആയിരിക്കും. പക്ഷേ എങ്ങനെ ചെയ്താലും സെയിം വാല്യൂ കിട്ടുക. ഈ ഒരു സംഭവത്തിന് നമ്മൾ എന്ത് പറയുക, റീപ്രൊഡ്യൂസിബിലിറ്റി എന്ന് പറയുക. റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി. ഓക്കെ, ദ റീപ്രൊഡ്യൂസിബിലിറ്റി ഈസ് സ്പെസിഫൈഡ് ഫോർ എ പീരീഡ് ഓഫ് ടൈം. നമ്മളൊരു പീരീഡ് ഓഫ് ടൈമിനാണ് എന്ത് പറയുക, റീപ്രൊഡ്യൂസിബിലിറ്റി എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കുക. Perfect reproducibility signifies that given readings that are taken for an input do not vary with the time. അതായത് നമ്മൾ വീട്ടിൽ നിന്ന് അളന്ന് കൊടുത്തിട്ട് അവിടെ പോയിട്ട് നമ്മൾ പിന്നെ വിളിച്ചു പറയാണ്ട് എന്തായാലും ആശാരി അവിടെ നിന്ന് അളവ് മാറ്റൂലല്ലോ. നമ്മൾ കൊടുത്ത അളവിലാണ് ആശാരി നമുക്ക് വർക്ക് ചെയ്ത് തരും. അപ്പം എന്താണ്, ടൈം അനുസരിച്ചിട്ട് മാറുന്നുണ്ടോ? ഇല്ല. നമ്മൾ കൊടുത്ത വാല്യൂ എന്താണോ ആ വാല്യൂ അങ്ങനെ തന്നെ ഉണ്ട്. ഇൻപുട്ട് കോൺസ്റ്റൻ്റ് ആണ്, ടൈമിനനുസരിച്ച് മാറുന്നില്ല.
ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മോഡിഫിക്കേഷൻ വരുത്തണം എന്ന് പറഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നിങ്ങൾ പറയാം എനിക്ക് ലെങ്ത്ത് കുറച്ചുകൂടെ ഒന്ന് കൂട്ടണമായിരുന്നു എന്നൊക്കെ പറയും. ഓക്കെ, ആ സമയത്ത് എന്തായി, ഇൻപുട്ട് വേരി വിത്ത് റെസ്പെക്ട് ടു ടൈമിങ്. പക്ഷേ നമ്മളിപ്പം പറയുന്ന കേസിൽ എന്താ, ഇപ്പം പറയുന്ന കേസിൽ ഇൻപുട്ടിന് യാതൊരു വ്യത്യാസമില്ല. നിങ്ങൾ വീട്ടിൽ നിന്ന് അളവെടുത്ത് കൊണ്ടു കൊടുത്ത അതേ സാധനമാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, തിരിച്ചു തരാം. അടുത്ത ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വാക്കാണ് ഡ്രിഫ്റ്റ്. ഡ്രിഫ്റ്റ് വി ഹാവ് സ്റ്റഡീഡ് ആൻഡ് വി ഹാവ് നോട്ടീസ്ഡ് ഇൻ അവർ ഡെയിലി ലൈഫ്. എന്തൊക്കെയാണ്, നമ്മളെ വണ്ടി ഡ്രിഫ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുള്ള കേട്ടിട്ടില്ല. ഡ്രിഫ്റ്റ് എന്ന് വെച്ചാൽ അത് സഡൻ ഓർ എന്താണ് അൺഡിസൈറബിൾ ഔട്ട്പുട്ട് ചേഞ്ചാണ്. നമ്മളത് വിചാരിക്കാണ്ട് വരുന്നതൊക്കെ ആയിരിക്കും ചിലപ്പോൾ. നമ്മളങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടല്ലോ, നമ്മൾ വണ്ടി ബ്രേക്ക് ഇടുന്ന സമയത്ത് പെട്ടെന്ന് ഡ്രിഫ്റ്റ് ആവും. എന്ന് വെച്ചാൽ എന്താ, നമ്മളെ ലക്ഷ്യം ബ്രേക്ക് ഇടുക എന്നുള്ളതായിരുന്നു, പക്ഷേ വണ്ടി ഡ്രിഫ്റ്റ് ആകുക എന്നുള്ളത് നമ്മളെ ലക്ഷ്യമല്ല. അതേപോലെ തന്നെ മെഷറിങ് ഇൻസ്ട്രുമെൻറ്റിനകത്ത് എന്തുണ്ടോ, ഈ ഒരു ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ചിലപ്പോൾ ഉണ്ടാവും. അതൊരു എറർ പോലെ ആയിട്ടാണ് നമ്മളതിനെ കണക്ക് കൂട്ടുന്നത്, ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. കാരണം വണ്ടീനകത്ത് ഡ്രിഫ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു എറർ പോലെയാണ്. നമ്മൾ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് ഒന്ന് ഡ്രിഫ്റ്റായി പോവുക, അല്ലെങ്കിൽ സ്കിഡാകുക. ഈ ഒരു വാക്കിൻ്റെയൊക്കെ അർത്ഥം തന്നെയാണ്. അപ്പോൾ ദ ഡ്രിഫ്റ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഗ്രാജുവൽ ഷിഫ്റ്റ് ഇൻ ഇൻഡിക്കേഷൻ ഓവർ എ പീരീഡ് ഓഫ് ടൈം വേർ ദ ഇൻപുട്ട് വേരിയബിൾ ഡസ് നോട്ട് ചേഞ്ച്. നമ്മൾ കൊടുത്ത ഇൻപുട്ടിന് വ്യത്യാസമില്ല, പക്ഷേ ഔട്ട്പുട്ട് മാറിക്കൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ ചെറിയൊരു എക്സാമ്പിൾ എടുക്കുന്നതാണെങ്കിൽ, ഇൻ കേസ് നമ്മൾ എടുക്കുന്ന റീഡിങ് നമ്മളെ വാച്ചിൻ്റെ അകത്ത് ഇടയ്ക്കിടയ്ക്ക് എന്തുണ്ടാവാറുണ്ട്, ടൈം വ്യത്യാസം വരാറുണ്ട്. കാരണം വാച്ചിൻ്റെ ഉള്ളിലകത്ത് എന്തെങ്കിലുമൊക്കെ ഫങ്ഷനിങ്ങിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടാവും. അപ്പോൾ എന്താ, ചില സമയത്ത് ഒരു 5 മിനിറ്റ് സ്ലോ ആവും, ചില സമയത്ത് അരമണിക്കൂർ സ്ലോ ആയിരിക്കും ഉണ്ടാവുക. അത് കണ്ടുകിട്ടാറുണ്ട് നമ്മൾ പലപ്പോഴും നമ്മൾ ഡെയിലി ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. ഇനി അതും അല്ലെങ്കിൽ ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ വേറൊരു എക്സാമ്പിൾ, അത് ഇപ്പോൾ ഒരു ഡ്രിഫ്റ്റാണ് ഞാൻ പറഞ്ഞത്, ഒരു ടൈപ്പ്. അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്നും പഠിക്കും. അടുത്ത ടൈപ്പ് ഡ്രിഫ്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ എന്തായിരിക്കും, ഇപ്പോൾ നമ്മളൊരു റീഡിങ് എടുത്തുകൊണ്ടിരിക്കുന്നു, കുറച്ച് സമയത്തേക്ക് അനക്കൊന്നും കാണുന്നില്ല, ദർ ഈസ് നോ ചേഞ്ച് ഇൻ ദറ്റ് പൊസിഷൻ ഓഫ് ദ നീഡിൽ. നമ്മളൊരു വെയിറ്റ് അളക്കാൻ വേണ്ടി പോകാൻ പെട്ടെന്നുണ്ടാവും ഒരു ഡ്രാസ്റ്റായിട്ട് പെട്ടെന്നൊരു ചേഞ്ച് വരുന്നു, ഒരൊറ്റ ജമ്പിൽ, പിന്നെ അങ്ങോട്ടേക്ക് സ്മൂത്തായിട്ട് റീഡിങ് എടുക്കേണ്ടത്. അതായത് സെർട്ടൻ പീരീഡ് ഓഫ് ടൈമിൽ അതിൻ്റെ ഉള്ളിലത്തെ മെക്കാനിസം എന്തോ സ്റ്റക്കായിട്ടൊക്കെയുള്ളൂ, ആ ഒരു സെർട്ടൻ ഏരിയയിൽ എന്തോ വർക്കിംഗ് നടക്കുന്നില്ല. അങ്ങനെയൊക്കെ ഉണ്ടാവാം. ഈ ഒരു സംഭവത്തിന് എന്ത് പറയുന്നത്, ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഡ്രിഫ്റ്റ് മേ ബി കോസ്ഡ് ബിക്കോസ് ഓഫ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ലൈക്ക് സ്ട്രേ ഇലക്ട്രിക് ഫീൽഡ്. സാധാരണ ഇലക്ട്രിക് ഫീൽഡ് കാരണം പുറത്തെവിടെയെങ്കിലും ഇലക്ട്രിക് ഫീൽഡ്, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ്, അല്ലെങ്കിൽ തെർമൽ EMF, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, മെക്കാനിക്കൽ വൈബ്രേഷൻസ് വരുമ്പോൾ ഇതൊക്കെ സംഭവിക്കുന്ന എന്തുണ്ടോ, ഈ ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞ സംഭവങ്ങളുണ്ടോ. ഡ്രിഫ്റ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 3 കാറ്റഗറീസ്. അപ്പോൾ നമ്മൾ ഡ്രിഫ്റ്റിനെ നമ്മൾ എന്താക്കിയിട്ടുണ്ട്, 3 കാറ്റഗറി ആയിട്ട് സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് വാക്കാണ് ഈ ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. ചിലപ്പം ചോദിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്, കാരണം ഇതിൻ്റെ സബ് കാറ്റഗറീസ് ഒക്കെ ഉള്ളതുകൊണ്ട് ചോദിക്കാൻ സാധ്യതയുള്ളൂ. അപ്പം ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്യാം എന്തൊക്കെയാണ് സാധനം. ഒന്നാമത് പറയുന്നത് സീറോ ഡ്രിഫ്റ്റ്. സീറോ ഡ്രിഫ്റ്റ് എന്ന് പറയുന്ന സംഭവം, സീറോ ഡ്രിഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം പറയുകയാണെങ്കിൽ നമ്മളൊരു വെയിറ്റ് അളക്കുന്ന മെഷീനിലേക്ക് നോക്കുന്നു, നമ്മൾ അളക്കുന്നില്ല, അളക്കാൻ പോകുന്നതിനെക്കാട്ടും മുന്നേ നമ്മൾ നോക്കുമ്പോൾ സീറോയിലായിരിക്കും ചിലപ്പോൾ ഇനീഷ്യൽ റീഡിങ് ഉണ്ടാവുക. ചിലപ്പോൾ 1-2 കിലോ അങ്ങോട്ടോ അല്ലെങ്കിൽ ബാക്കിലോട്ടോ മാറിയിട്ടായിരിക്കും ഉണ്ടാവുക. സീറോ എന്ന് പറഞ്ഞാൽ എക്സാക്റ്റ് പൊസിഷനിലായിരിക്കുമല്ലോ ഉണ്ടാവുക. അത് കാലക്രമേണ നമ്മൾ യൂസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ആ മെഷീൻ ഉണ്ടായൊരു പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ത്രൂ ഔട്ട് നമ്മൾ ഇനി എന്തെങ്കിലും ഒരു 5 കിലോൻ്റെ ഒരു സാധനം ഞാൻ അതിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ അകത്ത് കാണിക്കുക റീഡിങ് 6 കിലോ ആയിരിക്കും. അപ്പോൾ അതിനർത്ഥം എന്താ, ഈ വസ്തുവിൻ്റെ വെയിറ്റ് 6 കിലോ ആണെന്നാണോ? ഒരിക്കലല്ല. പറയുന്നത് എന്താ, നമ്മളെന്ത് കുറക്കേണ്ടി വരും അതിൻ്റെ അകത്ത് നിന്ന്. ഈ 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഉള്ള ക്ലിയറൻസ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അതിൻ്റെ അകത്ത് കുറക്കേണ്ടി വരും. അപ്പോഴേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, എക്സാക്റ്റ് വാല്യൂ കിട്ടുള്ളൂ. അപ്പോൾ ഒരു ടൈപ്പ് ഓഫ് ഡ്രിഫ്റ്റ് അതാണ് സീറോ ഡ്രിഫ്റ്റ്. രണ്ടാമത് പറയുന്നത് സ്പാൻ ഡ്രിഫ്റ്റ് ഓർ സെൻസിറ്റിവിറ്റി ഡ്രിഫ്റ്റ്. അവിടെ എന്താ ഉള്ളത്, ഒരു സ്പാനിൽ എവിടെയോ അവിടെ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞ സാധനം എന്താ, ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട്. ഔട്ട്പുട്ട് നമുക്ക് എവിടെയാണ് കാണിക്കുന്നത്, നമ്മൾ ആ സ്പാനിലാണ് കാണിക്കുന്നത്. അപ്പോൾ അത്രയും ഭാഗത്തിന് നമ്മൾ എന്താ പറയുക, സ്പാനല്ലേ സെൻസിറ്റിവിറ്റി ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ സ്പാനല്ലേ സെൻസിറ്റിവിറ്റി ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്, ഇഫ് ദർ ഈസ് പ്രൊപ്പോർഷണൽ ചേഞ്ച് ഇൻ ദ ഇൻഡിക്കേഷൻ ഓൾ അലോങ് ദ അപ്വേർഡ് സ്കെയിൽ ദ ഡ്രിഫ്റ്റ് ഈസ് കോൾഡ് സ്പാൻ ഡ്രിഫ്റ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു ചെറിയ സ്റ്റാർട്ടിങ്ങിൽ മാത്രമേ നമുക്കൊരു പ്രോബ്ലം ഉണ്ടായിട്ടുള്ളൂ സീറോ ഡ്രിഫ്റ്റിൻ്റെ അകത്ത്. അത് അതിൻ്റെ ഗ്രാഫാണ് അവിടെ കാണിക്കുന്നത് താഴത്തുള്ളത്. അതായത് നമുക്ക് കിട്ടേണ്ട നോമിനൽ ക്യാരക്ടറിസ്റ്റിക്സ് അവിടെ ഉണ്ട്,
പക്ഷെ നമുക്ക് കിട്ടിയത് എന്താ, സീറോൻ്റെ അകത്തല്ല തുടങ്ങുന്നത് നമ്മളെ വാല്യൂ, കുറച്ച് ഔട്ട്പുട്ട് തുടങ്ങുന്നത് എങ്ങനെയാണ്, ഒരു കിലോൻ്റെ ഒരു വ്യത്യാസം ഉണ്ടായിട്ടില്ലേ, അത് വെച്ചിട്ടാണ്. പിന്നെ പക്ഷെ നമുക്ക് കിട്ടുന്ന വാല്യൂസൊക്കെ എന്തായിരിക്കും, പ്രപ്പോർഷണലായിരിക്കും. നമ്മൾ സ്ലോപ്പ് എടുക്കുകയാണെങ്കിൽ സെയിം തന്നെ നമുക്ക് കിട്ടുക. പക്ഷേ ഇൻ കേസ് ഓഫ് സ്പാൻ ഡ്രിഫ്റ്റ് എന്താ സംഭവിക്കുന്നത്, സ്പാൻ ഡ്രിഫ്റ്റിൻ്റെ ഗ്രാഫ് ഇവിടെയുണ്ട്. അവിടെ എന്തുണ്ട്, രണ്ട് പ്രപ്പോർഷണലായിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ സ്ലോപ്പ് എന്താ, ഔട്ട്പുട്ട് ഇൻപുട്ട് റിലേഷൻ എന്താണ്, രണ്ട് സ്ഥലത്തും സെയിം ആയിരിക്കുമോ, ഇല്ല, വ്യത്യാസമില്ല. ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട് എടുക്കുകയാണെങ്കിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ സ്പാൻ ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. അതിൻ്റെ ത്രൂ ഔട്ട് സ്പാനിൽ എന്തുണ്ടാവും, ഈ ഒരു ചേഞ്ചസ് വന്നുകൊണ്ടേയിരിക്കുക. അത് മെയിൻലി എന്തെങ്കിലും കാരണങ്ങൾ, അതിൻ്റെ സ്പ്രിങ്ങിൻ്റെ ഇത് സ്റ്റിഫ്നെസ് ചിലപ്പോൾ മാറിയിട്ടുണ്ടാവും, ഉള്ളിൽ ഉപയോഗിച്ച് എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടാവും, ചിലപ്പം തഴഞ്ഞിട്ടുണ്ടാവും. വെയർ ആൻഡ് ടിയർ കാരണം ത്രൂ ഔട്ട് നമുക്ക് ഈ പ്രശ്നങ്ങൾ അനുഭവപ്പെടാം. ഓക്കെ, എല്ലാ റീഡിങ്ങിൻ്റെ അകത്തും വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നം. അപ്പോൾ ഇതിനെയാണ് എന്താ പറയുക, സ്പാൻ ഡ്രിഫ്റ്റ് അല്ലെങ്കിൽ സെൻസിറ്റിവിറ്റി ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. സെൻസിറ്റിവിറ്റി ഡ്രിഫ്റ്റ് എന്ന് പറയാൻ വാക്ക് കാരണം എന്താ, ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് എന്തായിരിക്കും, ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും അല്ലേ. അതുകൊണ്ടാണ് സെൻസിറ്റിവിറ്റി എന്ന് വെച്ചാൽ അതാണ്, ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട് ആയിരിക്കും. അത് വരുന്ന ഡ്രിഫ്റ്റ് അതിൻ്റെ അകത്തുള്ള ഡ്രിഫ്റ്റാണ്, അല്ലെങ്കിൽ സ്പാന് ത്രൂ ഔട്ടുള്ള ഡ്രിഫ്റ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ സ്പാൻ ഡ്രിഫ്റ്റ് അല്ലെങ്കിൽ സെൻസിറ്റിവിറ്റി ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്യും. ലാസ്റ്റ് വരുന്ന ഡ്രിഫ്റ്റാണെന്ന് തോന്നുന്നു സോണൽ ഡ്രിഫ്റ്റ്. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമുള്ളത്. നമ്മൾ കുറച്ച് സമയം ലോഡ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും, കുറേ സമയത്തേക്ക് റീഡിങ് കാണിക്കാണ്ടിരിക്കുന്നുണ്ടാവും. പെട്ടെന്നായിരിക്കും, സഡനായിട്ടായിരിക്കും നമുക്ക് ബാക്കിയുള്ള റീഡിങ് വെച്ചിട്ട് ജമ്പ് ചെയ്തിട്ട് പോകുന്നുണ്ടാവും. അപ്പോൾ ഇതിനെയാണ് സോണൽ ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സോണിലായിരിക്കും, ത്രൂ ഔട്ട് സ്പാനിലായിരിക്കില്ല ഉണ്ടാവുക, ഏതോ ആ സ്പാനിൻ്റെ ഏതോ ഒരു ഭാഗത്തായിരിക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരിക. അപ്പോൾ ഇൻ കേസ് ദ ഡ്രിഫ്റ്റ് ഒക്കേഴ്സ് ഓൺലി എ പോർഷൻ ഓഫ് സ്പാൻ, ആ ചെറിയൊരു സ്പാനിൻ്റെ ഏതൊരു പോർഷനിലാണ് നടക്കുന്നതെങ്കിൽ അതിൻ്റെ പേരാണ് സോണൽ ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതുവരെ ക്ലിയർ ആണല്ലോ. നമുക്കിന്ന് അടുത്ത ഇതിനകത്തേക്ക് പോവാം. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ത്രെഷോൾഡ്. ത്രെഷോൾഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ കേൾക്കാത്തൊരു വാക്കായിരിക്കും, ഒരു പുതിയൊരു ടേം പോലെയായിട്ടൊക്കെ നമുക്ക് തോന്നാം. ത്രെഷോൾഡ് എന്ന് വെച്ചാൽ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണ്, ഒന്നുമില്ല. നമ്മൾ ത്രെഷോൾഡ് ഈസ് ദ സ്മോളസ്റ്റ് മെഷറബിൾ ഇൻപുട്ട്. ഏതൊരു ഇൻസ്ട്രുമെൻ്റ് ആയാലും അതിനെന്തുണ്ട്, സ്മോളസ്റ്റ് മെഷറബിൾ ആയാലും അതിൻ്റെ ലീസ്റ്റ് എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ട്. ചിലപ്പോൾ 0 എന്നായിരിക്കും തുടങ്ങുക, ചിലപ്പോൾ നെഗറ്റീവ് എന്നായിരിക്കും തുടങ്ങുക, എന്നാൽ ഒരു ചിലപ്പോൾ 5 അല്ലെങ്കിൽ 6 എന്ന് പറഞ്ഞൊരു വാക്കിൻ്റെ ലെറ്റർ ഒന്നായിരിക്കും തുടങ്ങുക, ഒരു ന്യൂമറിക്കൽ വാല്യൂസ് തുടങ്ങുക. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളൊരു സാധനത്തിന് എന്ത് പറയുക, ത്രെഷോൾഡ് എന്ന് പറയുക. സ്മോളസ്റ്റ് മെഷറബിൾ ഇൻപുട്ടിനാണ്, അതായത് ബിലോ വിച്ച് നോ ഔട്ട്പുട്ട് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ്. അതിപ്പോൾ ഞാൻ ചെറിയ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു വെയിങ് മെഷീൻ, നമ്മൾ കടയിൽ പോയിട്ട് എന്തെങ്കിലും സാധനം പർച്ചേസ് ചെയ്യുന്ന വെയിങ് മെഷീൻ, അവിടെ നമ്മൾ 0.5 ഗ്രാം, കിലോഗ്രാം അല്ല ഉദ്ദേശിക്കുന്നത്, 0.5 ഗ്രാമാണ് ആയിരിക്കും. 0.5 ഗ്രാം നമ്മൾ ഇട്ടുവെന്നിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ചിലപ്പോൾ അതിൻ്റെ അകത്ത് റീഡിങ് കിട്ടും. പക്ഷേ അതിനേക്കാട്ടും ചെറിയൊരു പാർട്ടിക്കിൾ ഇടുകയാണ്, 0.005 ഗ്രാമുള്ളൊരു പാർട്ടിക്കിൾ ഞാൻ ആ മെഷറിങ് ഇൻസ്ട്രുമെൻ്റ് അകത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് എന്ത് കിട്ടില്ല, ആ മെഷറിങ് ഇൻസ്ട്രുമെൻ്റ് റീഡിങ്ങേ തരില്ല, ഇല്ലേ, സാധാരണ ഇല്ലത്. കാരണം ആ മെഷറിങ് ഇൻസ്ട്രുമെൻ്റ് റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ അവിടെ 0.5 ഗ്രാമിലായിരിക്കും ചിലപ്പോൾ തുടങ്ങുന്നുണ്ടാവുക. അപ്പോൾ 0.005 ഗ്രാം അതിൻ്റെ മുകളിൽ വെച്ചിട്ട് കാര്യമുണ്ടോ, ഇല്ല. അപ്പോൾ സ്മോളസ്റ്റ് മെഷറബിൾ ഇൻപുട്ട് ഏതാണ്, അപ്പോൾ 0.5 ഗ്രാം. അതിനെയാണ് എന്ത് പറയുക, ബിലോ വിച്ച് നോ ഔട്ട്പുട്ട് ചേഞ്ച് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ്. അപ്പോൾ ആ സ്മോളസ്റ്റ് ഇൻപുട്ടിനെയാണ് എന്ത് പറയുന്നത്, നമുക്ക് ഔട്ട്പുട്ട് കിട്ടാൻ സാധ്യതയുള്ള ആ സ്മോളസ്റ്റ് ഇൻപുട്ടിനെയാണ് എന്ത് പറയുക, ത്രെഷോൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ അടുത്തൊരു വാക്ക് പറയുന്നതാണ് ഹിസ്റ്ററിസിസ്. ഹിസ്റ്ററിസിസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇലക്ട്രിക്കലിനകത്തൊക്കെ കൊണ്ട് പഠിച്ചിട്ടുണ്ടോ, ഹിസ്റ്ററിസിസ് എറർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത്രക്കൊന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കേണ്ട. ഹിസ്റ്ററിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു എറർ തന്നെയാണ്. ഞാൻ ഇപ്പോൾ പറഞ്ഞ വാക്കിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു, എന്താ ഹിസ്റ്ററിസിസ് എറർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പണ്ട് ഇലക്ട്രിക്കലിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒക്കെ പഠിച്ച ആൾക്കാരുണ്ടാവും, പഠിക്കുക ചിലപ്പോൾ ഓർമ്മയില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും, ഒന്നും മൈൻഡ് ആക്കണ്ട, പ്രശ്നമില്ല. ഹിസ്റ്ററിസിസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ മൈൻഡിലേക്ക് ഓടി വരേണ്ടത് ഒരു എറർ എന്തോ അവിടെ നടക്കുന്നുണ്ട്, അതാണ് അതിൻ്റെ ഹിസ്റ്ററിസിസ് എന്ന് പറയുന്ന സംഭവം. മെയിനായിട്ട് വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മെയിൻ എല്ലാത്തിനകത്ത് നമ്മൾ എക്സാമ്പിൾ എടുക്കുന്നത് വെച്ചാൽ വെയിങ് മെഷീൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ വെയിങ് മെഷീൻ നമ്മൾ ഈ ത്രൂ ഔട്ട് ഈ ഒരു 5th മോഡ്യൂളല്ല, 1st മോഡ്യൂൾ തൊട്ട് 5th മോഡ്യൂൾ വരെ നമ്മൾ എന്ത് പഠിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് തെർമോമീറ്ററും വെയിങ് മെഷീനുമാണ്. ഈ രണ്ട് സാധനമാണ് ഈ രണ്ട് സാധനം വെച്ചിട്ട് നിങ്ങൾ ത്രൂ ഔട്ട് 5th മോഡ്യൂൾ വരെ പഠിക്കുകയാണെങ്കിൽ ഈ മെട്രോളജി എന്ന് പറഞ്ഞ സബ്ജക്റ്റ് എന്താണ്,
സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഹിസ്റ്ററിസിസിലേക്ക് പോകും. ഹിസ്റ്ററിസിസ് ഈസ് എ ഫിനോമിന വിച്ച് ഡെപ്പിക്സ് ഡിഫറെൻറ്റ് ഔട്ട്പുട്ട് എഫക്ട്സ് വൈൽ ലോഡിങ് ആൻഡ് അൺലോഡിങ്. എന്താ, രണ്ട് വാക്കുകളേ ഉള്ളൂ. ലോഡ് ചെയ്യുന്ന സമയത്തും അൺലോഡ് ചെയ്യുന്ന സമയത്തും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുക. ഇതിനെയാണ് എന്താ പറയുക, ഹിസ്റ്ററിസിസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ വെയിങ് മെഷീൻ എടുത്ത് വെക്കാൻ പറഞ്ഞത്. കാരണം നമ്മൾ വെയിങ് മെഷീൻ എടുക്കുന്നു. വെയിങ് മെഷീൻ്റെ അകത്ത് നമ്മൾ ആദ്യം എനിക്ക് വേണ്ടത് ഒരു കിലോൻ്റെ പഞ്ചസാര ആയിരിക്കുന്നു. 1 കിലോ പഞ്ചസാരയാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ ഞാൻ കടക്കാരനടുക്ക് പറഞ്ഞാൽ കടക്കാരൻ എന്ത് ചെയ്യുക, ഏതാണ്ട് 1 കിലോ അയാളെ കയ്യിൽ തൂക്കിയിട്ട് ലാസ്റ്റ് അയാൾ എന്ത് ചെയ്യും, വെയിങ് മെഷീനിലേക്ക് വെക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ അകത്ത് പെട്ടെന്നുള്ളൊരു ലോഡിങ്ങാണ് അവിടെ നടക്കുക. അല്ലാണ്ട് സ്റ്റാർട്ടിങ് 0.5 തൊട്ടിട്ട് പഞ്ചസാര തൂക്കി വരില്ലേ, കുറച്ചൊരു എടുക്കണ്ടാവും. ഓൾറെഡി കയ്യിൽ കുറച്ച് സൂക്ഷിക്കുന്നുണ്ടാവും. ഏതാണ്ട് 1 കിലോ ആയി എന്ന് അറിഞ്ഞു കഴിഞ്ഞാലായിരിക്കും അത് കൊടുത്തിട്ട് വന്നിട്ട് വെയിങ് മെഷീനിലേക്ക് വെക്കുക അല്ലേ. അപ്പോൾ അത് വെച്ചതിന് ശേഷം ആയിരിക്കും നമ്മൾ ബാക്കി ഇനി ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യും, റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്യും. അപ്പോൾ പെട്ടെന്നുള്ള ഈ ഒരു ലോഡിങ്, ആ ലോഡിങ്ങിന് ടൈമിൽ ചിലപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് മെഷീൻ്റെ അകത്ത് റീഡിങ് 1.05 എന്നൊക്കെ എഴുതി കാണിച്ചിട്ട് പിന്നെ താഴോട്ടേക്ക് പോകുന്നതാണ് കണ്ടിട്ടുണ്ടാവും. പല ആൾക്കാർ ശ്രദ്ധിച്ച് നോക്കുക. ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾ കടകളിലൊക്കെ പോകുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഓക്കെ, നമ്മളൊരു മെക്കാനിക്കൽ ഭാഗമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇതൊക്കെ ഞങ്ങൾക്കും അറിയുന്ന കാര്യങ്ങളാണെന്നത് കടക്കാരനെയും കൂടി ഒന്ന് തോന്നിപ്പിക്കണ്ടേ. അപ്പോൾ അതൊക്കെ തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യാൻ, ജസ്റ്റ് ഇങ്ങനെ ഒരു ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളൊരു 1 കിലോൻ്റെ പഞ്ചസാരയാണ് അളന്ന് നോക്കുക. പെട്ടെന്നുള്ളൊരു ലോഡിങ് നമ്മളവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത് കടക്കാരൻ. അതുകൊണ്ട് തന്നെ എന്ത് 1.05 എന്നായിരിക്കും ഫസ്റ്റ് കാണിക്കുക. പിന്നെ അതെന്താവും ഒരു 904 എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നിട്ടുണ്ടാവും. പിന്നെ കടക്കാരൻ എന്ത് ചെയ്യും, കുറച്ചുകൂടെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താവും, അത് കൃത്യം 1ലേക്ക് വന്ന്. അപ്പോൾ പെട്ടെന്നുണ്ടായ ഈ ഒരു ഔട്ട്പുട്ടിൻ്റെ അകത്തുള്ള എഫക്റ്റ് കണ്ടില്ല. പെട്ടെന്നുള്ള ലോഡിങ്ങിൻ്റെ അകത്ത് എന്ത് സംഭവിച്ചു, നമുക്ക് വേണ്ട റീഡിങ് ആയിരുന്നില്ല ആദ്യം കിട്ടിയത്. പെട്ടെന്നാണ് എന്ത് സംഭവിച്ചത്, ഒരു എക്സ്ട്രാ വാല്യൂ വന്നിട്ട് പിന്നെ അത് നോർമൽ അതിൻ്റെ കണ്ടീഷനിലേക്ക് തന്നെ വന്നു. ഇതേ സംഭവം തന്നെ അൺലോഡ് ചെയ്യുന്ന സമയത്തും. അൺലോഡ് ചെയ്യുമ്പോൾ എന്താ, ഈ 1 കിലോ എന്ന് പറഞ്ഞാൽ ഫുൾ സാധനം ഒറ്റയടിക്ക് എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലത്തെ മെക്കാനിക്കൽ കമ്പോണൻസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഈ മെഷറിങ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഉള്ളിലുള്ള. അത് മൊത്തം തിരിച്ച് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊരു ടൈം എടുക്കും. ചിലപ്പോൾ അത് ഒറ്റയടിക്ക് റിവേഴ്സ് ചെയ്തിട്ട് പിന്നെ ആയിരിക്കും അതിന് സംഭവം. അപ്പോൾ നെഗറ്റീവ് വാല്യൂ വരെ പോയിട്ടായിരിക്കും ചിലപ്പോൾ തിരിച്ച് വന്ന് നിൽക്കുക, 0 എന്ന് പറഞ്ഞ സെറ്റിങ്ങിലേക്ക് വന്ന് നിൽക്കുക. അപ്പോൾ ഈ ഒരു സംഭവത്തിന് എന്ത് പറയുക, ഹിസ്റ്ററിസിസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്ത് പഠിക്കാനുള്ളത്, ഹിസ്റ്ററിസിസ് വരെയുള്ള സംഭവം. ഇനി ബയാസ് എന്ന് പറഞ്ഞൊരു കോമൺ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ബയാസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ മായം ചേർക്കുന്ന അല്ലെങ്കിൽ എററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബയാസിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ബയാസിങ്ങിനെ പറ്റി അപ്പം നമുക്ക് ബയാസിങ്ങിലേക്ക് പോകാം. ബയാസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ദ കോൺസ്റ്റൻറ്റ് എറർ വിച്ച് എക്സിസ്റ്റ് ഓവർ ഫുൾ റേഞ്ച് ഓഫ് മെഷർമെൻറ്റ്. നമ്മൾ എങ്ങനെ മെഷർ ചെയ്താലും എന്തുണ്ടാവും, എ കോൺസ്റ്റൻറ്റ് എറർ വിൽ ബി ദെയർ. അവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടാവും ആ എറർ. അതിനാണ് എന്ത് പറയുന്നത്, ബയാസിങ് എന്ന് പറയുന്നത്. അതായത് ബയാസ്ഡ് ഡയസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ അകത്തൊക്കെ കേട്ടിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ ഡയസ് ചെയ്യുന്നത് അൺബയാസ്ഡ് ഡൈസ് ആണെന്ന് പറയും. അൺബയാസ്ഡ് എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സാധാ ഒറിജിനൽ വാല്യൂ കിട്ടുക. ബയാസ്ഡ് ഡൈസ് ആകുമ്പോൾ എന്ത് സംഭവിക്കും, എങ്ങനെ കറക്കിയിട്ടാലും ചിലപ്പം 1 മാത്രമായിരിക്കും വീഴേണ്ടത്, അല്ലെങ്കിൽ 6 മാത്രമായിരിക്കും ഉണ്ടാകുക. നമുക്ക് ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു വാല്യൂയിലേക്ക് മാത്രം കൗണ്ട് ഇതാക്കും. അപ്പോൾ അതാണ് ഒരു എററാണ് ശരിക്കും പറഞ്ഞാൽ അത് ബയാസ് എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടാവും, ത്രൂ ഔട്ട് ആ റേഞ്ചിൽ ഉണ്ടാവും. റേഞ്ച് അല്ലെങ്കിൽ സ്പാൻ എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ ആ ത്രൂ ഔട്ട് ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ റേഞ്ചിലെ സ്പാനിൽ എന്തുണ്ടാവും, ഈ ഒരു സംഭവം ഉണ്ടാവും. അതിനെയാണ് എന്ത് പറയുക, ബയാസ് എന്ന് പറയുന്നത്. സച്ച് എ ബയാസ് ക്യാൻ ബി കംപ്ലീറ്റ്ലി എലിമിനേറ്റഡ് ബൈ കാലിബ്രേഷൻ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചെന്ന് വയ്ക്കുക, നമുക്കൊരു 2-3 റീഡിങ്ങോടുകൂടി അത് മനസ്സിലാവും, ഈ വെദർ ദർ ഈസ് എനി ബയാസിങ് ഇൻ ദാറ്റ് ഇൻസ്ട്രുമെൻറ്റ് അല്ലേ. അപ്പോൾ അത് മനസ്സിലായാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, കാലിബ്രേഷൻ. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചൊരു വാക്കാണ് കാലിബ്രേഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ട് ഇതിനെ കമ്പയർ ചെയ്തിട്ട് സെറ്റാക്കുന്ന പരിപാടി. ഓക്കെ, അപ്പോൾ ഒരു ഇൻസ്ട്രുമെൻറ്റിനെ വേറൊരു സ്റ്റാൻഡേർഡ് വെച്ചിട്ട് കമ്പയർ ചെയ്ത് അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് കീപ്പപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന പരിപാടിക്ക് എന്ത് പറയുന്നത്, കാലിബ്രേഷൻ. പുതിയൊരു വാക്ക് കൂടി നമ്മൾ പഠിച്ചതല്ല, ഇത് ഓൾറെഡി പഠിച്ച വാക്കാണ്. ഓക്കെ, പുതിയൊരു വാക്ക് കേട്ട പോലെ ആയിട്ട് ഇരിക്കരുത്. അപ്പോൾ ബയാസിങ് നമുക്ക് എങ്ങനെ എലിമിനേറ്റ് ചെയ്യാം, കാലിബ്രേഷൻ വഴി എലിമിനേറ്റ് ചെയ്യും. അപ്പോൾ ദ സീറോ എറർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ബയാസ് വിച്ച് ക്യാൻ ബി റിമൂവ്ഡ് ബൈ കാലിബ്രേഷൻ. സീറോ ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ തൊട്ട് മുമ്പ് ഒരു കാര്യം പഠിച്ചു തുടങ്ങുന്നുണ്ട്.
അപ്പോൾ സീറോ ഡ്രിഫ്റ്റ് പോലത്തെ അത് തന്നെയാണ് സീറോ എറർ എന്ന് പറയുന്നത്. അങ്ങനത്തെ സീറോ എററൊക്കെ നമുക്ക് എന്ത് വെച്ചിട്ട് മാറ്റാൻ പറ്റും? ഈ കാലിബ്രേഷൻ വെച്ചിട്ട് മാറ്റാം. ഈ സീറോ എറർ എന്ന് പറയുന്ന സാധനം എന്താണ്? ഒരു ബയാസാണ്. അല്ലെങ്കിൽ ഡ്രിഫ്റ്റ് എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ എന്താണ്? ബയാസിങ് പോലെ തന്നെയുള്ള സംഭവമാണ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ലീനിയാരിറ്റി. ലീനിയാരിറ്റി എന്ന് വെച്ചാൽ എന്താ? ലൈൻ ഫംഗ്ഷൻ. അല്ലെങ്കിൽ ലീനിയാരിറ്റി ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ എബിലിറ്റി ടു റീപ്രൊഡ്യൂസ് ദ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക് സിമെട്രിക്കലി ആൻഡ് ലീനിയർലി. അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട് എന്തായിരിക്കണം? ലീനിയർ ആയിരിക്കണം. അതിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കണം? കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ഈ ഒരു സംഭവമാണ് എന്തെന്ന് ലീനിയാരിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ലാസ്റ്റുള്ള വാക്കാണത് ഡെഡ് സോൺ. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് ചേഞ്ചസ് ഓഫ് ഇൻപുട്ട് ക്വാണ്ടിറ്റി ഫോർ വിച്ച് ദർ ഈസ് നോ ഔട്ട്പുട്ട് ക്വാണ്ടിറ്റി. എക്സാമ്പിൾ പറയാൻ ഡെഡ് സോൺ എന്ന് വെച്ചാൽ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് റീഡിങ് കാണിക്കില്ല. അതായത് മാക്സിമം വാല്യൂ നമ്മൾ വണ്ടീനകത്തൊക്കെ ഉണ്ടാവല്ലോ 140 km/h, അതാണ് അതിൻ്റെ മാക്സിമം ലിമിറ്റ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമ്മൾ അതിൽ കൂടുതൽ വണ്ടി എടുത്ത് പോയി എന്ന് വിചാരിക്കാം, എങ്കിൽ കൂടി എന്ത് കാണിക്കില്ല? അതിൻ്റെ അകത്ത് റീഡിങ് കാണിക്കില്ല. അപ്പോൾ ഇതിനെയാണ് എന്ത് പറയുന്നത്? ഡെഡ് സോൺ. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ആ ഇൻസ്ട്രുമെൻറ്റിന് പിന്നെ റീഡിങ് കാണിക്കാനില്ല, അത് ഡെഡാണ്. ഓക്കെ, എന്ന് വെച്ചാൽ റീഡിങ് കംപ്ലൈൻ്റ് ആയി എന്നല്ല, മെഷീൻ കംപ്ലൈൻ്റ് ആയി എന്നല്ല അർത്ഥം. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് അതിനെന്തില്ല, കാണിച്ചു തരാൻ വേണ്ടി റീഡിങ് ഇല്ല, അതുകൊണ്ടാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് ഡൈനാമിക് ക്യാരക്ടർ. ഇത്രയും സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പഠിച്ചതിന് ശേഷം അടുത്ത വരാനുള്ളതാണ് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്. ഡൈനാമിക് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഇറ്റ് ഈസ് ഇൻ മോഷൻ. അതർവൈസ് നമുക്ക് എന്ത് പറയാം? ദർ ഈസ് ചേഞ്ച് ഇൻ ദ ഇൻപുട്ട് വാല്യൂ വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ സ്പീഡ് ഓഫ് റെസ്പോൺസ്, ഫെഡിലിറ്റി, ലാഗ്, ഡൈനാമിക് എറർ, ഇതൊക്കെയാണ് എന്തെന്ന് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ അകത്ത് വരുന്ന സംഭവം. അതിൻ്റെ അകത്ത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ്? ടൈമുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്താണ്? സ്പീഡ്. ടൈമുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്താണ്? ഫീൽഡ് എന്ന് പറയും. ഇലക്ട്രിക് ഫീൽഡ് അല്ലെ മാഗ്നറ്റിക് ഫീൽഡ് എന്നൊക്കെ പറയും. അല്ലെങ്കിൽ ടൈമുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു വാക്കാണ് ലാഗ്. ലേറ്റ് ആവുക, ലാഗ് ആവുക, ഇതൊക്കെ പറയുന്നത് ടൈമുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഡൈനാമിക് എറർ, പേര് തന്നെ ഉണ്ട് ഡൈനാമിക്കാണ്. അപ്പോൾ ഇത്തിരി സാധനങ്ങളാണ് എന്തുള്ളത് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ അകത്ത് വരുന്നത്. സോ ലെറ്റ് us look on to സ്പീഡ് ഓഫ് റെസ്പോൺസ്. ഫസ്റ്റ് ടോപ്പിക് അതായിരുന്നു സ്പീഡ് ഓഫ് റെസ്പോൺസ്. അപ്പോൾ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റാപ്പിഡിറ്റി വിത്ത് വിച്ച് ആൻ ഇൻസ്ട്രുമെൻറ്റ് റെസ്പോൺസ് ടു ദ ചേഞ്ച് ഇൻ ദ മെഷേർഡ് ക്വാണ്ടിറ്റി. സ്പീഡ് ഓഫ് റെസ്പോൺസ് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ഒരാളെ വിളിക്കുന്ന സമയത്ത് അയാൾ എത്രത്തോളം ഇത് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം സ്പീഡിൽ അയാൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, അതിനാണല്ലോ സ്പീഡ് ഓഫ് റെസ്പോൺസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ കേസിൻ്റെ അകത്ത്. നമ്മളൊരു ഇൻപുട്ട് കൊടുത്തു, എത്രത്തോളം സ്പീഡിൽ അത് തിരിച്ച് നമുക്ക് ഔട്ട്പുട്ട് തിരിച്ചു തരണം, അതിനെയാണല്ലോ എന്തു പറയുക? സ്പീഡ് ഓഫ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് സ്പീഡ് ഓഫ് റെസ്പോൺസ്. ഇനി ലാഗിൻ്റെ കാര്യത്തിൽ പറയുകയാണ്. ലാഗിനെ നമുക്ക് പറയുന്നത് രണ്ട് തരത്തിലുള്ള ലാഗുകളുണ്ട്. അതായത് ആസ് സൂൺ ആസ് ദർ ഈസ് ചേഞ്ച് ഇൻ ദ മെഷേർഡ് ക്വാണ്ടിറ്റി ദ മെഷർമെൻറ്റ് സിസ്റ്റം ബിഗിൻസ് ടു റെസ്പോണ്ട്. അതായത് എപ്പോൾ നമ്മൾ എന്ത് കൊടുത്താലും നമ്മൾ ഇൻപുട്ടിൻ്റെ അകത്ത് എന്ത് വ്യത്യാസം, ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഇത് കൊടുത്താലും എന്ത് കൊടുക്കും, അപ്പം തന്നെ എന്ത് ചെയ്യും? ഇതിനെ റെസ്പോണ്ട് ചെയ്ത് തുടങ്ങുന്നതിനെ അങ്ങനത്തെ ഉള്ള ലാഗിനെ എന്ത് പറയും? റിട്ടാർഡേഷൻ ലാഗ് എന്ന് പറയുന്നത്. അപ്പോൾ ടൈം ഡിലേ എന്തായിരിക്കും? ടൈം ഡിലേ എന്ന് പറഞ്ഞാൽ അടുത്തൊരു ചാപ്റ്ററാണ്. ടൈം ഡിലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ റെസ്പോൺസ് ഓഫ് ദ മെഷറിംഗ് സിസ്റ്റം ആൻഡ് സ്റ്റാർട്ട്സ് ആഫ്റ്റർ ഡെഡ് ടൈം. ഒരു ടൈം കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടുള്ളൂ? ആ ഒരു എത്രയാണ് അതിൻ്റെ റീഡിങ്, ആ വാല്യൂ നമുക്ക് തിരിച്ച് കിട്ടുള്ളൂ. അതിനാണ് ടൈം ഡിലേ എന്ന് പറയുന്നത്. അപ്പോൾ ലാഗ് എന്ന് പറയുന്ന സാധനം രണ്ട് തരത്തിലുള്ളത്. റിട്ടാർഡേഷൻ ലാഗ്. റിട്ടാർഡേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോണ്ടേനിയസ് ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ടൈം ഡിലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡെഡ് ടൈം ഉണ്ട്, ആ ടൈമിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ആ ഒരു ഇത് കിട്ടുള്ളൂ. നെക്സ്റ്റ് നമുക്ക് ലാസ്റ്റ് ടോപ്പിക് പഠിക്കാനുള്ളത് ഡൈനാമിക് എറർ. ഡൈനാമിക് എറർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രൂ വാല്യൂ ഓഫ് ദ ക്വാണ്ടിറ്റി. അതായത് ശരിക്കുള്ള നമ്മൾ ആക്യുറസി എന്ന് പറഞ്ഞ സാധനം പറഞ്ഞ പോലെ തന്നെ ട്രൂ വാല്യൂ ഓഫ് ദ ക്വാണ്ടിറ്റിയും എന്തുമായിട്ടുള്ളത് ക്വാണ്ടിറ്റി ദാറ്റ് ഈസ് ടു ബി മെഷേർഡ് ചേഞ്ചിങ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ചേഞ്ച് ചെയ്യുന്ന വിത്ത് റെസ്പെക്ട് ടു ടൈം ചേഞ്ച് ചെയ്യുന്ന അതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്ന ട്രൂ വാല്യൂ ആൻഡ് ദ മെഷേർഡ് വാല്യൂ ഇഫ് നോ സ്റ്റാറ്റിക് എറർ ഈസ് അസ്യൂം. അതായത് സ്റ്റാറ്റിക് എറർ എന്ന് പറഞ്ഞ സാധനം നമ്മൾ അസ്യൂം ചെയ്യുന്നില്ല എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ മെഷേർഡ് വാല്യൂ ട്രൂ വാല്യൂയും തമ്മിലുള്ള ആ ഡിഫറൻസിനാണ് എന്ത് പറയുക? ഡൈനാമിക് എറർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് എന്ത് പഠിക്കാനുള്ളത് നമ്മളുടെ ഈ ഒരു മൊഡ്യൂളിലെ സെക്കൻഡ് പാർട്ട്. So let us conclude. The second part is mainly on the characteristics of measuring instruments.